സ്വാമി, നമുക്ക് വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുന്ന ആളുകൾക്ക് പോത്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതേക്കുറിച്ച് പറയാൻ? പോത്ത് കഴിക്കാൻ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്ത് വാഹനമാണത്. നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായിട്ടാണ് പോത്തിനെ നമുക്ക് കാണുന്നത്. അതിന്റെ പേരിലാണ് ഈ പോത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു ഉപാസന ആയാലും ഇപ്പൊ നമുക്ക് പല സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്നുണ്ടെങ്കിൽ സ്വാത്വിക ഗുണങ്ങൾ നമ്മൾ കഴിക്കുന്ന മാംസാഹാരങ്ങളിലും വെജിറ്റേറിയനിലും സംഭവിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസങ്ങൾക്ക് വ്യത്യാസം വരും. മാംസാഹാരം കഴിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞില്ല, ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. രാമായണം ആയിക്കോട്ടെ, മഹാഭാരത ആയിക്കോട്ടെ, ഗീത ആയിക്കോട്ടെ, ഏതിലും പറഞ്ഞിട്ടില്ല. അത് ഇതാവുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് രജോ ഗുണം തപോ ഗുണം പല വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിന് അതിൽ ദഹിക്കാനായിട്ട് കുറെ എന്താ പറയാ താമസം വരും, കാലതാമസം വരും. അതിനനുസരിച്ചിട്ട് നമുക്ക് സെക്സ് ആയിട്ടുള്ള ഇത് കൂടും, ക്രോധം കൂടും, പെട്ടെന്നായിരിക്കും നമുക്ക് ദേഷ്യം. അതിന്റെ പേരിലാണ് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിവാംശമാണല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ സൗത്ത്, അതായത് നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായ എന്നല്ല, ശരിക്കും കുട്ടിച്ചാത്തൻ തന്നെ പറയണം. കുട്ടിച്ചാത്തനായിട്ടാണ് ഇത് ചെയ്യുന്നത്. വിഷ്ണുമായ എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർക്കാരാണ്. ഇപ്പൊ എന്താ പറയാ വിഷ്ണുവിന്റെ രൂപം അണിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ വിഷ്ണുമായ എന്നുള്ള രീതിയിൽ പണ്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല.